ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തിരുവനന്തപുരം നഗരം മൊത്തത്തില് കച്ചവട തിരക്ക് പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എല്ലാവരും അവസാനഘട്ട ഒരുക്കത്തിലാണ്, കലം മേടിക്കാനും അങ്ങനെ ഓരോരോ തിരക്കിലാണ്. ഇപ്പൊ നമുക്കിവിടെ കാണാം, നാളത്തേക്കുള്ള പൊങ്കാല കലം മേടിക്കുന്നതിന്റെ തിരക്കിലാണ്. ചേച്ചി, ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കത്തിലാണല്ലേ? എവിടം വരെയായി ഒരുക്കങ്ങൾ ഇപ്പോൾ? നമ്മള് ഇപ്പോ എല്ലാം കലമൊക്കെ വാങ്ങാൻ വന്നതാണെന്ന് ക്ഷേത്രങ്ങളൊക്കെ പോയി തൊഴുതിട്ട് വന്നു. ഇനിയിപ്പോ കലം അതിനോട് കൂടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തിരക്കിൽ നടക്കാണ്. എത്ര പ്രാവശ്യമായി പൊങ്കാല അർപ്പിക്കുന്നത്? ഇപ്പൊ ആദ്യമായിട്ട് വരികയാണ് പൊങ്കാല അർപ്പിക്കാൻ. ചക്കളത്തുകാവില് പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്, ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ ഒരു ആഗ്രഹ സബലീകരണം തന്നെ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ അവിടെ പോയി ക്ഷേത്രത്തിൽ പോയി തൊഴാനൊക്കെ നന്നായിട്ട് സാധിച്ചു. വളരെ സന്തോഷത്തിലാണ്. നാളെയും ആറ്റുകാലമ്മയ്ക്ക് പ്രീതിയാകുന്ന രീതിയിൽ തന്നെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി പറ്റട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ ചേച്ചി, എങ്ങനെയുണ്ട് പൊങ്കാല ഒരുക്കങ്ങളൊക്കെ? എവിടം വരെ? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും തിരക്കാണ് ഇപ്രാവശ്യം. കുഴപ്പമില്ല, കാലാവസ്ഥ അനുകൂലമായിട്ട് നിന്നാൽ മാത്രം മതി. ഞാൻ 6ാമത്തെ പൊങ്കാലയാണ്. നാലാമത്തെ വട്ടാണ്, ഇനി 6ാമത്തെ വട്ടാണ്. അപ്പൊ ഇനിയും തുടർന്നും ഇതുപോലെ എല്ലാ വർഷങ്ങളിലും ഒക്കുന്ന സമയം വരെ വന്നിടാവുന്ന അമ്മയോട് പറഞ്ഞേക്കുന്നത്. കലമൊക്കെ മേടിച്ചു വന്നിട്ട് എല്ലാം മേടിച്ചു മോനെ, എല്ലാം മേടിച്ചു. രാവിലെ അമ്പലത്തിൽ വെളുപ്പിന് 2 മണിയാകുമ്പോൾ തൊഴാൻ വരണം. എന്ന് വല്ലണം പോയി എങ്കിലും പോകാത്തടത്ത് നാളെ പോകണം. ഓക്കെ, എവിടെയാണ് പൊങ്കാല അർപ്പിക്കാൻ വരുന്നത്? തമ്പാനൂര് റെയിൽവേ സ്റ്റേഷനടുത്ത്, റെയിൽവേ സ്റ്റേഷന്റെയും പോസ്റ്റ് ഓഫീസിന്റെ ഇടയ്ക്ക്. ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെയാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് പൊങ്കാല ഒരുക്കങ്ങളൊക്കെ? എവിടം വരെ എത്തി ചേച്ചി? ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഇടണേ. ഓക്കെ, അപ്പൊ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം വലിയൊരു തിരക്കാണ് നമുക്കിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കലം മേടിക്കാനായാലും ഇല മേടിക്കാനായാലും എല്ലാ തരത്തിലും കച്ചവടക്കാർക്ക് ഒന്നുകൂടി സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അവരുടെ കച്ചവടം സാധാരണയെക്കാട്ടിലും ഇരട്ടിയായിരിക്കുകയാണ്. സാധാരണ വർഷങ്ങളെക്കാട്ടിലും ഇപ്രാവശ്യം അധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഒരു തിരക്ക് നമുക്കിപ്പോൾ ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.